പൈനാപ്പിൾ വിപണിയിൽ താരമാകാൻ ഒരുങ്ങുകയാണ് MD2 ഇനം. നിലവിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൗറീഷ്യസ് ഇനത്തിനേക്കാൾ ഉൽപാദനക്ഷമത കൂടുതലാണ് MD2-ന്. രുചിയിലും ഗുണത്തിലും മുന്നിൽ നിൽക്കുന്ന ഇവ കേരളത്തിൽ കൂടുതലായി നട്ടുപിടിപ്പിച്ച് വിദേശ വിപണികളിലേക്ക് അടക്കം കയറ്റുമതി ചെയ്യുകയാണ് ലക്ഷ്യം. രാജ്യത്തിനകത്തും പുറത്തും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമുയരുന്ന സാഹചര്യത്തിലാണ് MD2 ഇനം കൂടുതൽ വ്യാപകമാകുന്നത്. നിലവിൽ മൗറീഷ്യസ് ഇനം ഗൾഫ് രാജ്യങ്ങളിലടക്കം കയറ്റുമതി ചെയ്യുന്നു. എന്നാൽ വാർഷിക ഉൽപാദനത്തിന്റെ 0.2% മാത്രമാണ് കയറ്റുമതി. പുതിയ ഇനം എത്തുന്നതോടെ കയറ്റുമതി ഉയർത്താനാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ഈ വർഷം പൈനാപ്പിളിന്റെ 1,00,000 തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പൈനാപ്പിൾ കർഷകർ. ഇതിനോടകം 30,000 തൈകൾ നട്ടിട്ടുണ്ട്. വാഴക്കുളം പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ വികസിപ്പിച്ചെടുത്തതും പൂനെയിൽ നിന്നുമാണ് ടിഷ്യൂ കൾച്ചർ തൈകൾ വാങ്ങിയത്. ഒരു തൈക്ക് 20 രൂപയോളമാണ് വില. ആദ്യമായാണ് കർഷകർ മുൻകൈയെടുത്ത് പുതിയ ഇനം നട്ടുപിടിപ്പിച്ചത്. ഇതിന് കൗൺസിൽ കേരളയുടെ പിന്തുണയുമുണ്ട്. കേരളത്തിൽ നിലവിൽ കൃഷി ചെയ്യുന്ന മൗറീഷ്യസ് ഇനത്തിനെ അപേക്ഷിച്ച് MD2 കൂടുതൽ നാൾ സൂക്ഷിക്കാനാകും. അതായത് മൗറീഷ്യസ് ഇനം പരമാവധി 12 ദിവസം കേടാകാതെ സൂക്ഷിക്കാമെങ്കിൽ MD2 ഒരു മാസം വരെ കേടുകൂടാതെ ഇരിക്കും. അതിനാൽ കണ്ടെയ്നർ വഴി വിദേശ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതിനാൽ നിലവിൽ കേരളത്തിൽ നിന്നുള്ള പൈനാപ്പിൾ കയറ്റുമതി കുറവാണ്. അയക്കുന്നത് തന്നെ വിമാന മാർഗമാണ്. കപ്പൽ മാർഗമാണെങ്കിൽ നിരക്ക് 99% കുറയ്ക്കാനാകും. മൗറീഷ്യസ് ഇനം ഒരു ഏക്കർ തോട്ടത്തിൽ 12 ടൺ ലഭിക്കുമ്പോൾ MD2 പൈനാപ്പിൾ 18 ടൺ ലഭിക്കും. വർഷം 5-6 ലക്ഷം ടൺ പൈനാപ്പിൾ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുവെന്നാണ് കണക്കാക്കുന്നത്. പുതിയ ഇനം എത്തുന്നതോടെ ഉൽപാദനം ഇനിയും ഉയരും. മാത്രമല്ല കർഷകർക്ക് മികച്ച നേട്ടവും ഇതുവഴി ലഭിക്കും. ഈ സീസണിൽ മൗറീഷ്യസ് പൈനാപ്പിൾ പഴത്തിന് കിലോയ്ക്ക് 67 രൂപ വരെ ലഭിച്ചിരുന്നു.